ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 4 സെന്റിൽ 3 ബെഡ്റൂമുകളുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. .2 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്റ്റിലെ ഒരു വീടാണ് ഇത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് ഫോൾഡിങ്ങും ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റുമാണ് വരുന്നത്. ഗേറ്റിനും വീടിന്റെ എലിവേഷനും ചേരുന്ന രീതിയിൽ തന്നെയാണ് മതിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. 17 അടി നീളവും 9.6 അടി വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിനുള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. വീടിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. 11.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. 6.4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. മെറ്റൽ ചിപ്സും കടപ്പാക്കല്ലുകളുമാണ് ഇവിടെ പാകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റലാണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 2.8 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.2 അടി വീതിയും 7.2 അടി നീളവുമാണ് ഈ ഒരു സിറ്റൗട്ടിനുള്ളത്. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിന്റെ പ്രധാന വാതിലും പടിഞ്ഞാറ് ദർശനമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 14.7 അടി നീളവും 10.7 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിനുള്ളത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. 19 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നു. അതേപോലെ ഈ സ്റ്റെയറിന്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിരിക്കുന്നു. അതോടൊപ്പം CCTV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഇവിടേക്കാണ് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വയേഴ്സ് എല്ലാം വി-ഗാർഡിന്റെയും സ്വിച്ചസ് എല്ലാം ലെഗ്രാൻഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. സ്റ്റൗവിനുള്ള പ്രൊവിഷൻ ഈസ്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 9.7 അടി നീളവും 9.4 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്.
കിച്ചണിനോടൊപ്പം തന്നെ ഒരു വലിയ വർക്ക് ഏരിയയും ഇവിടെ ചെയ്തിട്ടുണ്ട്. 12 അടിയോളം നീളവും 6 അടിയോളം വീതിയുമുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ. കബോർഡും സിങ്കും നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വളരെ വലിയൊരു വാൾഡ്രോബ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ക്ലോസറ്റ് വാൾ മൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസിന്റെ ഒരു സെപ്പറേഷനും ഉണ്ട്. ഇവിടെ സ്റ്റെയറിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ മുകൾ ഭാഗത്തായിട്ട് നാച്ചുറൽ ലൈറ്റ് ലഭിക്കാൻ പർഗോളകൾ കൊടുത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14 അടിയിലേറെ നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് ഒരു ഓഫീസ് ടേബിളും ബുക്ക് ഷെൽഫും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം നൽകിയിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. 12.5 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഇതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് കൊണ്ടുള്ള സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരാം. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ മെയിൻ ബാൽക്കണിയിലേക്ക് പോകുന്നത്. 15 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 10 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഒരു വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. ഏകദേശം 10 അടിയിലേറെ നീളമുള്ളതിനാൽ തന്നെ ഇവിടെ ഒരു സെക്യൂർ ഡോറും കൊടുത്തിട്ടുള്ളതിനാൽ നിങ്ങൾക്കിതൊരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7.6 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9.7 കിലോമീറ്റർ, കാക്കനാടേക്ക് 7.6 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 84 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.